അയ്യോ ഹൽ മുസമിമോൻ അഹ്ല മസഹൽ ആദിൽ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സെലക്ഷൻ ടൂളായ ലാസോ ടൂളിനെ കുറിച്ചാണ്. അപ്പോൾ ലാസോ ടൂളിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലാസോ ടൂളിനെ കുറിച്ചാണ് എല്ലാം അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. ലാസോ ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ നമുക്കൊരു ഒബ്ജക്റ്റ് ഇമേജിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ഇതേപോലെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ആ സെലക്ഷൻ മാത്രമേ നമുക്ക് വേറെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ കാണുന്ന സാധിക്കും. ആ ഒരു ഭാഗം സെലക്ഷൻ ചെയ്ത ഭാഗം മാത്രം കട്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാ സെലക്ഷൻ ടൂളുള്ള പോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സബ്സ്ട്രാക്ഷനാണിത്, സെലക്ഷൻ കൂട്ടാനുള്ള ഓപ്ഷനാണിത്. ഇനി അതുപോലെ തന്നെ സെലക്ഷൻ കുറക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻ്റർസെപ്റ്റർ ഉണ്ട്, അതായത് ഈ ഒരു കുറച്ച് ഭാഗം മാത്രം സെലക്ട് ആവുന്ന ഒരു ഓപ്ഷൻ. ഇതുപോലെ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത റൗണ്ടിനുള്ളിൽ വരുന്ന സെലക്ഷൻ മാത്രം സെലക്ഷൻ ആവുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ സെലക്ഷൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എനേബിൾ ആകും. അതുപോലെ ആൾട്ട് ബാക്ക് സ്പേസ് നോക്കി കഴിഞ്ഞാൽ ഫോർഗ്രൗണ്ട് കളറും നമ്മൾ സെലക്ഷനുള്ളിൽ എനേബിൾ ആകും. ഇനി വരുന്ന പോളിഗൺ ലാസോ ടൂളാണ്. അതുപോലെ ഒരു പോയിന്റ് വെച്ച് ഇങ്ങനെ ഇതേപോലെ സെലക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. നമ്മൾ ഷാർപ്പ് എഡ്ജസൊക്കെ ഈ ഒരു പോളിഗൺ ലാസോ ടൂൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ഒരു പോളിഗൺ ലാസോ ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് മാഗ്നറ്റിക് ലാസോ ടൂളാണ്. ഇത് ഇതേപോലെ സിമ്പിളായിട്ട് സെലക്ഷൻ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റൊക്കെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ലാസോ ടൂളിൻ്റെ ഫങ്ഷൻസ് വരുന്നത്.